സാധാരണയായി ഇത്തവണ ഇപ്പോൾ 3700 കോടി രൂപയാണ് കടമെടുക്കാൻ പോകുന്നത്. 2000 കോടി രൂപയാണ് നികുതി വരുമാനത്തിന് പുറമെ സർക്കാരിന് ഓരോ മാസവും ചെലവായി വരുന്നത്. ഇത് പലപ്പോഴും കടമെടുത്ത് തന്നെയാണ് പരിഹരിക്കുന്നത്. പക്ഷെ കടമെടുപ്പ് നമ്മളെ നാട്ടിൽ ഒരുപാട് വിവരം കെട്ട ആൾക്കാരുണ്ട്. എന്താ വെച്ചാൽ എന്ത് വന്നാലും വേണ്ടില്ല, പാർട്ടിയെ വലുത് തന്നെ എടുക്കണേ. കേരളം നശിച്ചാലും കുഴപ്പമൊന്നുമില്ല. 3700 കോടി റുപ്യ കടമെടുക്കണമെന്നതിനറിയോ? 2 മാസം പെൻഷൻ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മാസത്തിൽ ഗവൺമെൻറ് 2500 കോടി റുപ്യ വേണമെന്ന് മുന്നോട്ട് പോകണമെങ്കിൽ മാസം കടം വാങ്ങണമെന്ന്. ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രവാസികൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ കടാക്കി വെച്ചൊരു സർക്കാരുണ്ടല്ലോ, ലോകം അവസാനിക്കാൻ പോന്നാലും നന്നാവില്ല, ജനങ്ങൾ നന്നാവില്ല. എന്താ വെച്ചാൽ സി പി എം പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്, ഇത് സുൽത്താനാണ്, അത് മറ്റോനാണ്. എടാ, നിങ്ങൾക്കൊന്നും വിവരം അറിയില്ല, നിങ്ങളൊക്കെ വിവരം അറിയാൻ പോകണുള്ളൂ. ഒരു മാസത്തിൽ ഒരു സർക്കാരിന് പിടിച്ച് നിൽക്കാൻ 2500 റുപ്യ കടം വാങ്ങണം. എടാ തെണ്ടികളെ, കടം വാങ്ങിയാൽ ആർക്കാ ഭരിക്കാൻ അറിയാത്തത്? കടാക്കാണ്ട് ഭരിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓല വിജയിപ്പിക്കുക എന്നല്ലാണ്ട് കടാക്കിയിട്ട് ഏത് നാറികൾക്കും ഇങ്ങനെ കടം കിട്ടാണ്ട് വാങ്ങിയിട്ട് ഇങ്ങനെ വികസനം. എന്താ വികസനം? നാണം വലത്തെ കുറേ നാറികളുണ്ട്. ഇവരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. ഞാൻ ഈ കടം വാങ്ങണ കാര്യമൊന്നും ഒരു മനുഷ്യനും പറയില്ല. എത്ര നീതിപ്പണം, കറണ്ട് ബില്ലും മണ്ണാങ്കട്ടയും GST ഒക്കെ കഴിച്ചിട്ടും സർക്കാരിന് പിടിച്ചിക്കണമെങ്കിൽ 2500 റുപ്യയുടെ 2700 കോടി കടം വാങ്ങണമെന്ന്. നാണോ മാനോ അല്ലെങ്കിൽ മരങ്ങൾക്ക്. പിണറായി വിജയൻ്റെ ഓരോ ഫ്ലെക്സ് വെച്ച ബോർഡ് കാണാം ഇവൻ്റെ വക്കത്തൊക്കെ. ഒരു പാവപ്പെട്ടവന് 2 വീടുണ്ടാക്കി കൊടുക്കുക ആ ഫ്ലെക്സ് ഉണ്ടാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ കയറിപ്പോവും. എന്നിട്ട് തുടർഭരണം. നാണോ മാനല്ലേ? കേരളത്തിലെ അമ്മമാരും പെങ്ങന്മാരും മനസ്സിലാക്കിയോണ്ട് നിങ്ങൾ CPM ആയിക്കോട്ടെ, ഏത് പാർട്ടി ഉണ്ടായിക്കോട്ടെ, ഇതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ ചിരട്ടെടുത്തിട്ട് തെണ്ടാ നടക്കേണ്ടി വരും മറ്റ് സംസ്ഥാനത്ത്. ഇപ്പോൾ ബംഗാളിലൂടെ പണിക്ക് വരുന്നില്ലേ? അതിലും ക്രൂരമായ അവസ്ഥ കേരളത്തിൽ വരാൻ പോണുള്ളൂ. ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭരണം മാറ്റിയോളി, അല്ലെങ്കിൽ പിച്ച യാചിച്ച് നടക്കേണ്ടി വരും കേരളത്തിലെ ജനങ്ങൾ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് മനസ്സിലാക്കില്ല. എത്ര കടം വാങ്ങിക്കൂട്ടുന്നത്? ഒരു സർക്കാരിൻ്റെ ഒരു മാസം 2500 റുപ്യ കടം വാങ്ങിയില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. അത് എങ്ങനെ ഇനി നേരത്തിൽ? ഇതിൽ എത്ര ആൾക്കാരെ വിവരമല്ലേ? തലയും വലത്തൊരു സർക്കാരും എന്നിട്ട് വികസനത്തിൻ്റെ പേരും പറഞ്ഞിങ്ങനെ ചിലക്ക് ആൾക്കാർ.